സമയത്തിന് ശേഷം വിളിക്കുക. ഇപ്പൊ മനസ്സിലായോ? നിന്റെ ഫോൺ അയാൾ ബ്ലോക്ക് ചെയ്തു. ഇപ്പൊ പരിചയമില്ലാത്ത ഒരു നമ്പർ അയാൾ എടുക്കുന്നുമില്ല. എന്ന് പറഞ്ഞാൽ നീയും ദൈവവുമായിട്ടുള്ള ബന്ധം വിട്ടു എന്നർത്ഥം. അച്ചായൻ നിന്നെ തല്ലാറുണ്ടല്ലേ? ഇല്ല, എൻ്റെ അച്ഛൻ എന്നെ തല്ലാറില്ല. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എന്നെ. അയാളെ കണ്ടോ? ഓ, അയാളെല്ലാം തുറന്നു പറഞ്ഞു. ഇക്ബാലെ, സഹകരിക്കുക. കുറ്റം തെളിയിക്കാൻ പോലീസ് പ്രാകൃതമായ ചില നടപടികൾ സ്വീകരിക്കും. അത് തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എന്തു ചെയ്യാം? ഇക്ബാലിന് മൗനം. ഈ മൗനത്തിന് നേരെ ഞാൻ അങ്ങ് കണ്ണടക്കുകയാണ്. ഇക്ബാലെ, ഇത് പഴയ HC ബാലൻപിള്ള. പിള്ള സാറിനാ ഓമന പേര്. പഴയ പരമേശ്വരക്കുറിപ്പിന്റെ ശിഷ്യനാ പുള്ളി. പഴയ കക്കയും കാമ്പ് സ്റ്റൈലാ. ഇനി എന്താ പരിപാടി? വറുക്കൽ. ഈ പുന്നാര മോനെ കടലയോട് കൂടിയിട്ട് വറുക്കും. അമിതേ, ബാക്കിയുള്ളതൊക്കെ ചോദിച്ചോ. അതെ അതെ, ഇക്ബാൽ, പറയൂ. വളരെ വൈകിയാണ് ബാബുക്കുട്ടൻ്റെ പ്രണയവിവരം അറിഞ്ഞത്. കാര്യങ്ങൾ ഇരുചെവി അറിയാതെ അന്വേഷിക്കാൻ എന്നെ ചുമതലപ്പെടുത്തി. അങ്ങനെ അവരറിയാതെ ഞാൻ അവരുടെ പിന്നാലെ കൂടി. എന്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എല്ലാം എന്ത് നല്ലതായിരുന്നു. ഒരു നല്ല ഭർത്താവ്, 2 ഓമന മക്കൾ. പക്ഷെ പുകയില എല്ലാം മാറ്റിമറിച്ചു. ഇനി പടരുന്ന ക്യാൻസർ. പിന്നീട് എന്ത് സംഭവിച്ചു? മകൻ്റെ ഇഷ്ടത്തിന് അദ്ദേഹം എതിരല്ലായിരുന്നു. പക്ഷേ ചില കാര്യങ്ങൾ ഞാൻ മറച്ചു വെച്ചു. അതുകൊണ്ട് തന്നെ നിഷയോട് പിന്മാറാൻ പലവട്ടം ഞാൻ ഉപദേശിച്ചു. നിഷേ, ഒന്ന് നിന്നേ. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? ബാബുക്കുട്ടനും നിഷയും തമ്മിൽ നല്ല അടുപ്പത്തിലാണ്. പക്ഷേ ഈ അടുപ്പം സൗഹൃദത്തിനപ്പുറത്തേക്ക് വളരാൻ പാടില്ല. ഇതൊക്കെ പറയാൻ താനാരാ? ഞാനും ബാബുക്കുട്ടനും തമ്മിൽ പ്രണയത്തില. ഞങ്ങള് വിവാഹവും കഴിക്കും. താൻ എന്ത് ചെയ്യാനാ? നിഷേ, മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് പോടോ. ഒരു ദിവസം ഞങ്ങൾ അറിയിക്കാതെ ബാബുക്കുട്ടന്റെ വീട്ടിലെത്തി. ഹരി, അങ്ങനെ ബാബുക്കുട്ടനുണ്ടോ? ഇല്ല, മോൻ പുറത്തു പോയിരിക്കുക. ഈയിടെ അവന് കറക്കം കൂടുതലല്ലേ? ആ ഡാഡി, ഒറ്റയ്ക്കാണോ? മമ്മി വന്നില്ലേ കൂടെ? എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. അങ്ങനെ കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ഇപ്പൊ ഒന്നും വേണ്ട. ഓ, പഠിത്തമൊക്കെ എങ്ങനെ? നന്നായിട്ട് പോകുന്നു. MBയോ MLAയോ ബോർഡ് ചെയർമാനോ ഒന്നും ആകാൻ താല്പര്യമില്ലാതെ നീ വക്കീൽ പഠനം തിരഞ്ഞെടുത്തപ്പോൾ ഞാൻ എതിര് പറയാതിരുന്നത് നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് കരുതിയാ. അല്ല, മോനെ എന്തോ വല്ലാതെ അലട്ടുന്നുണ്ടല്ലോ. ഇല്ല. ഞാനങ്ങ് ഡൽഹിയിൽ ഇരിക്കുമ്പോഴും എൻ്റെ ഒരു കണ്ണിവിടെയാ. കോളേജിലൊരു പെൺകുട്ടിയുമായി ഒരടുപ്പം അല്ലേ? വെറും അടുപ്പം മാത്രമേ ഉള്ളൂ? അതോ ആർ യു സീരിയസ്? അത് ഡാഡ്, അവളൊരു പാവം കുട്ടിയാ. അത് ഞാൻ ചോദിച്ചില്ല. എൻ്റെ ചോദ്യത്തിന് ഉത്തരം തന്നാൽ മതി. അത് ഡാഡി എന്നോട് ക്ഷമിക്കണം. എനിക്കവളെ പിരിയാൻ വയ്യ. ഗുഡ്. കെട്ടിയ പെണ്ണിനെ പ്രേമിക്കുന്നതിനേക്കാൾ നല്ലത് പ്രേമിച്ച പെണ്ണിനെ കെട്ടുന്നതാ. അല്ല, ഞാൻ മമ്മിയോട് പറഞ്ഞായിരുന്നു. നിന്റെ ഒരിഷ്ടത്തിന് ഞങ്ങൾ എതിരല്ല. എടാ മോനെ, കോടികളുടെ കിലുക്കവുമായി വരുന്ന ഒരു മരുമകളെയല്ല ഞങ്ങൾക്ക് വേണ്ടത്. നിഷ അങ്ങനല്ല, നല്ല കുട്ടിയാ. ആവണം. എൻ്റെ മകന് തെറ്റുപറ്റരുത്. ഡാഡ്, ഒരു ചെറിയ പ്രശ്നം. അവള് നമ്മുടെ കാസ്റ്റ് അല്ല. മണ്ണാങ്കട്ട.
മോനെ ഈശ്വരൻ ഒന്നേ ഉള്ളൂ. ആട്ടെ, ആരാ അവളുടെ പേരൻസ്? സാധുക്കളാ, നമ്മുടെ സ്റ്റാറ്റസിന് പറ്റിയവരല്ല. മോനെ, താണ നിലത്തെ നീരൊഴുകൂ, അവിടെ ദൈവം തുണ ചെയ്യൂ. ആട്ടെ, എന്താ അവരുടെ പേര്? അച്ഛൻ്റെ പേര് രാഘവൻ, അമ്മയുടെ പേര് വത്സമ്മ. രാഘവൻ. രാഘവ, നീ എന്നെ സഹായിക്കണം. എൻ്റെ പെങ്ങൾ സൂസൻ, അവൾ നിനക്കുള്ളതാ. അപ്പം നീയല്ലേ എന്നെ സഹായിക്കേണ്ടത്? ഡാഡി എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. അച്ഛൻ കയറിയട്ടെ. അച്ഛനത് സഹിക്കാൻ പറ്റിയില്ല. ആങ്ങളെയും പെങ്ങളും തമ്മിൽ നടപ്പം. മടങ്ങിപ്പോകുമ്പോൾ അച്ചായൻ അസ്വസ്ഥനായിരുന്നു. അച്ചായ, നിന്നെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന ആരാ? അച്ചായൻ. നീ എനിക്ക് ദക്ഷിണ തന്നിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ എനിക്ക് ദക്ഷിണ വേണം. ഉവ്വ്. ആ, എന്നിട്ട് അവസാന ശ്രമം എന്ന നിലയിൽ ഞാൻ നിഷയെ കാണാൻ ശ്രമിച്ചു. ജംഗ്ഷനിലെത്തിയ ഞാൻ ചായക്കടയിൽ വിശ്രമിച്ചു. പിന്നെ മിനിയുടെ ഓട്ടോറിക്ഷയിൽ കയറി. കാര്യങ്ങളെല്ലാം അനുകൂലമെന്ന് ഞാൻ മനസ്സിലാക്കി. ബാലചന്ദ്രനുമായി തെറ്റിയ നിഷയെ ഞാൻ ഒന്നുകൂടി സമീപിച്ചു. പക്ഷേ ബാലചന്ദ്രൻ കമ്പി കുറ്റിക്കട്ടയിലേക്ക് വലിച്ചെറിയുന്നത് ഞാൻ കണ്ടു. അതെടുത്ത് ഞാൻ അവളുടെ പുറകെ പോയി. എന്നിട്ട് ശ്ശെ, എന്താ ബാലേട്ടാ, ഞാൻ പറഞ്ഞല്ലേ എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, നമ്മൾ തമ്മിൽ ചേരത്തില്ല. ശ്ശെ, ഇപ്പൊ ഒരുത്തിന് കൊടുത്തതേ ഉള്ളൂ ഇയാളെ ഞാൻ. എന്റെ ഗുരുദക്ഷിണ. വരും, അച്ചായം വരും.